ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് പ്രിയ സുബലക്ഷ്മി. ജയ്പൂരിൽ നടക്കുന്ന ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ ദേശീയ സമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ പങ്കെടുക്കും. ഡിജിപി, ഐജി തല ഉദ്യോഗസ്ഥരുടെ 3 ദിവസത്തെ സമ്മേളനം സൈബർ കുറ്റകൃത്യങ്ങൾ, ഭീകരവിരുദ്ധ നടപടികൾ, ജയിൽ പരിഷ്കരണം തുടങ്ങി സുപ്രധാന വിഷയങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, ആഭ്യന്തര സഹമന്ത്രിമാർ, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് എന്നിവരും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഭൌമശാസ്ത്ര മന്ത്രാലയത്തിന്റെ പൃഥ്വി വിഗ്യാൻ സമഗ്ര പദ്ധതിക്ക് പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകി. 4797 കോടി രൂപ ചെലവ് വരുന്ന പദ്ധതി 2021-26 കാലഘട്ടത്തിൽ നടപ്പിലാക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണ്. ഉത്തർപ്രദേശിലെ അയോധ്യ വിമാനത്താവളത്തെ അന്താരാഷ്ട്ര വിമാനത്താവളമായി പ്രഖ്യാപിക്കുന്നതിനും മഹർഷി വാൽമീകി അന്താരാഷ്ട്ര വിമാനത്താവളം എന്ന് നാമകരണം ചെയ്യുന്നതിനുമുള്ള നിർദ്ദേശത്തിന് കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകി. ഹൈഡ്രോ കാർബൺ മേഖലയിലെ സഹകരണം സംബന്ധിച്ച് പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയവും ഗയാനയിലെ പ്രകൃതി വിഭവ മന്ത്രാലയവും തമ്മിൽ ധാരണാപത്രം ഒപ്പിടുന്നതിനും യോഗം അംഗീകാരം നൽകി. കൂടാതെ ISROയും മൌറീഷ്യസ് റിസർച്ച് ആൻഡ് ഇന്നൊവേഷൻ കൌൺസിൽ MRICയും മൌറീഷ്യസിലെ പോർട്ട് ലൂയിസിൽ ഒപ്പുവച്ച ധാരണാപത്രവും യോഗം വിലയിരുത്തി. കേന്ദ്ര സർക്കാരിന്റെ വിവിധ ക്ഷേമ പദ്ധതികളെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെ സംഘടിപ്പിക്കുന്ന വികസിത് ഭാരത് സങ്കൽപ് യാത്ര കേരളത്തിൽ വിജയകരമായി പര്യടനം തുടരുന്നു. തിരുവനന്തപുരത്ത് വികസിത് ഭാരത് സങ്കൽപ് യാത്രയുടെ ഭാഗമായി നാളെ നടക്കുന്ന പരിപാടിയിൽ വിദേശകാര്യമന്ത്രി S ജയശങ്കർ മുഖ്യാതിഥിയായി പങ്കെടുക്കും. കേന്ദ്ര സഹമന്ത്രി V മുരളീധരനും ചടങ്ങിൽ സംബന്ധിക്കും. പാലക്കാട് ജില്ലയിലെ വികസിത് ഭാരത് സങ്കൽപ് യാത്ര പരിപാടികളിൽ നാളെയും മറ്റന്നാളും കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി പങ്കെടുക്കും. വിനോദസഞ്ചാര മേഖലയിൽ ലോകത്തിന്റെ ശ്രദ്ധാകേന്ദ്രമാണ് കേരളമെന്നും സംസ്ഥാനത്തെ റോഡുകളുടെ വികസനം ടൂറിസം രംഗത്തെ സംബന്ധിച്ചിടത്തോളം സുപ്രധാനമാണെന്നും കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി. കേരളത്തിൽ 1464 കോടി രൂപയുടെ 12 ദേശീയപാതാ പദ്ധതികൾക്ക് തുടക്കം കുറിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. കാസർഗോഡ് നടന്ന ചടങ്ങിൽ ശ്രീ ഗഡ്കരി ഓൺലൈനായാണ് പങ്കെടുത്തത്. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയുടെ ഭാഗമായ മൂന്നാർ ബോഡിമട്ട് റോഡും ചെറുതോണി പുതിയ പാലവും ചടങ്ങിൽ ശ്രീ നിതിൻ ഗഡ്കരി നാടിന് സമർപ്പിച്ചു. നവീകരിച്ച കോഴിക്കോട് പാലക്കാട് ദേശീയപാതയുടെ ഉദ്ഘാടനവും അദ്ദേഹം നിർവഹിച്ചു. പരിപാടിയിൽ കേന്ദ്രമന്ത്രി V മുരളീധരൻ, സംസ്ഥാന പൊതുമരാമത്ത് മന്ത്രി PA മുഹമ്മദ് റിയാസ് തുടങ്ങിയവർ പങ്കെടുത്തു. ആന്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗം തടയാൻ സംസ്ഥാനത്ത് ഓപ്പറേഷൻ അമൃത് എന്ന പേരിൽ ഡ്രഗ്സ് കൺട്രോൾ വിഭാഗം പരിശോധനകൾ ആരംഭിക്കുന്നതായി ആരോഗ്യമന്ത്രി വീണ ജോർജ്. പൊതുജന പങ്കാളിത്തത്തോടെയായിരിക്കും ഇത് നടപ്പിലാക്കുന്നത്. കുറിപ്പടിയില്ലാതെ ഏതെങ്കിലും ഫാർമസികൾ ആന്റിബയോട്ടിക്കുകൾ വിൽക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ പൊതുജനങ്ങൾക്കും വിവരം നൽകാവുന്നതാണ്. ഡ്രഗ്സ് കൺട്രോളർ നിയോഗിക്കുന്ന പ്രത്യേക സ്ക്വാഡും ഈ രഹസ്യ ഓപ്പറേഷന്റെ ഭാഗമാകുമെന്ന് മന്ത്രി വ്യക്തമാക്കി. ആർദ്രം ആരോഗ്യം ജീവിതശൈലി രോഗനിർണയ സ്ക്രീനിംഗിന്റെ 2ാം ഘട്ടം സംസ്ഥാനത്ത് ഉടൻ ആരംഭിക്കുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി 30 വയസ്സിന് മുകളിൽ പ്രായമുള്ള എല്ലാ വ്യക്തികളെയും 2ാം ഘട്ടത്തിൽ സ്ക്രീനിംഗിന് വിധേയരാക്കും. സമുദ്ര മത്സ്യമേഖലയിലെ വെല്ലുവിളികൾ നേരിടുന്നതിന് നിർമ്മിത ബുദ്ധി പോലുള്ള നൂതന സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്തണമെന്ന് നീതി ആയോഗ് വൈസ് ചെയർമാൻ സുമൻ ബെറി. സമുദ്ര മത്സ്യമേഖലയിലെ വികസന സാധ്യതകൾ ചർച്ച ചെയ്യുന്നതിനായി കൊച്ചിയിലെ കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ സ്ഥാപനത്തിൽ സംഘടിപ്പിച്ച ദേശീയ ശില്പശാല ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മത്സ്യത്തിനുള്ള ആവശ്യകത വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങൾ ആവശ്യമാണെന്ന് അദ്ദേഹം പറഞ്ഞു. വിനോദസഞ്ചാരികളുമായി എത്തുന്ന ഡ്രൈവർമാർക്ക് അടിസ്ഥാന സൌകര്യങ്ങൾ ഉറപ്പാക്കുമെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ്. ഡ്രൈവർമാർക്ക് വിശ്രമിക്കാനും പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റാനുമുള്ള സൌകര്യങ്ങൾ ഹോട്ടലുകളിൽ തന്നെ ലഭ്യമാക്കും. കൊല്ലത്ത് നടക്കുന്ന 62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ 2ാം ദിനത്തിലെ മത്സരങ്ങൾ പുരോഗമിക്കുന്നു. 24 വേദികളിലാണ് മത്സരങ്ങൾ നടക്കുന്നത്. പോയിന്റ് നിലയിൽ കണ്ണൂർ, കൊല്ലം, തൃശൂർ, പാലക്കാട് ജില്ലകളാണ് മുന്നിൽ നിൽക്കുന്നത്. സഹകരണ സംഘങ്ങൾ പേരിനൊപ്പം ബാങ്ക് എന്ന് ചേർക്കരുത് എന്ന റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിർദ്ദേശം കേരള ബാങ്കിന് ബാധകമല്ലെന്ന് ബാങ്ക് CEO. ഇന്ത്യയിലെ RBI അംഗീകൃത ഷെഡ്യൂൾ ബാങ്കാണ് കേരള ബാങ്കെന്നും അദ്ദേഹം പറഞ്ഞു. കന്നുകാലി തീറ്റ, കോഴിത്തീറ്റ, ധാതു ലവണ മിശ്രിതം നിയന്ത്രണ ബിൽ ഉടനെ പ്രാബല്യത്തിൽ വരുത്തുമെന്ന് മന്ത്രി J ചിഞ്ചുറാണി. ക്ഷീര കർഷക സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഓസ്ട്രേലിയക്കെതിരെ നടക്കുന്ന വനിതാ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയ്ക്ക് 142 റൺസിന്റെ വിജയലക്ഷ്യം. ടോസ് നേടിയ ഇന്ത്യ ഓസ്ട്രേലിയയെ ബാറ്റിംഗിന് അയച്ചു. ആദ്യം ബാറ്റ് ചെയ്ത ഓസ്ട്രേലിയ 4 പന്ത് ബാക്കി നിൽക്കെ 141 റൺസിന് പുറത്താവുകയായിരുന്നു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്.